ഞാനിത് ഇപ്പം ഇതിൽ കാണിക്കുന്നത് നമ്മൾ പെരുന്നാളിൻ്റെ വ്ളോഗാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കുറേ ദിവസമായി. ദുബായിൽ നിന്ന് ഞാൻ ഇത് എവിടത്തേക്ക് എത്തിയതിന് ശേഷം ഇതാ ഫുൾ തിരക്കേരും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതറിയ ക്ലാസ്സെല്ലാം തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബിസിയെല്ലാം ഉണ്ടായിന്. അതുകൊണ്ട് ഇപ്പം ഒന്ന് വീഡിയോസിൽ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അങ്ങനെ കാര്യമായിട്ടൊന്നും വലിയ പെരുന്നാൾ ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. എടുത്ത ഭാഗമല്ലേ തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് ഇതാ രാവിലെ നിസ്കാരമെല്ലാം കഴിഞ്ഞപാട് പിന്നെ നമ്മൾ നേരെ ഇതാ ഫുഡ് കഴിക്കാനാണ് പോയത്. രാവിലത്തെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇത് അവിടുത്തെ ഒരു ഉസ്താദ് ഹോട്ടലിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിന്. അവിടെ ഇതാ ബൊഫേ ആയിരുന്നു. ഈ വീഡിയോയിൽ ഇതാ നിങ്ങളെ കാണുന്ന പോലെ തന്നെ ഏകദേശം എല്ലാ ഫുഡും അവിടെ തന്നെ ഉണ്ടായിന്. നമ്മളെ വീട്ടിലല്ലേ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കല് നെയ്പ്പത്തിലും കരളേറിയേന്. അപ്പം അന്നത്തെ പെരുന്നാൾ ദിവസം അതൊന്ന് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അത് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിന്. പക്ഷെ ആ നെയ്പ്പത്തിലും കരളേറി വെച്ചിട്ട് ബാക്കി ഏകദേശം എല്ലാം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇത് ഏകദേശം എല്ലാ ഫുഡും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ആയാലും ബീഫായാലും ചിക്കൻ്റെ ലിവർ വരെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഉച്ചക്കത്തെ ഫുഡും ഇതാ നമ്മളിതാ പാർസലും അങ്ങായത്. നമ്മളെ നാട്ടിൽ ഇതാ കല്യാണച്ചോറിൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കാക്ക് അവിടുന്ന് ഫുഡ് ഓർഡർ ആക്കി ചെയ്തത്. സെയിം നമ്മളിതാ കല്യാണച്ചോറ് പോലെ തന്നെ ഉണ്ടായിരുന്നു. മട്ടൻ്റെ ബിരിയാണി ആണ് ഓർഡർ ആക്കിയത്. ആ ബീട്രൂട്ട് അച്ചാറെല്ലാം വന്നിട്ട് ഒരു രക്ഷയില്ലേന് സംഭവം. ചോറിൻ്റെതാ നമ്മളപ്പം ഇതാ ഇവിടെ നിന്ന് എൻ്റെ 2 റിലേറ്റീവ്സും കൂടി ഉണ്ടായിന്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി നല്ല സന്തോഷത്തോടെ ഇതാ ഫുഡെല്ലാം കഴിച്ച്. ഞാൻ അങ്ങനെ അന്നത്തെ ദിവസം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതാ വീഡിയോസ് എല്ലാം എടുത്തത് ഇതാ ഒരു 7 മണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്ത് പോയിട്ടുണ്ടായിന്. അപ്പാണ് പിന്നെ വീഡിയോസ് എല്ലാം എടുത്തത്. ദുബായിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലിരുന്ന സംഭവമാണ് ബുർജ് ഖലീഫ. അങ്ങനെ ഇതാ അത് കാണാൻ അന്ന് പോയിട്ടുണ്ടായിന്. പെരുന്നാളിൻ്റെ ദിവസം പോയോണ്ട് തന്നെ ഇതാ നല്ല തിരക്കെല്ലാം ഉണ്ടായിന്. ഞാൻ ആദ്യമായിട്ടാണ് ദുബൈയിൽ വരുന്നത്. ദുബായ് ഇതാ ഇവിടെ കണ്ടതിന് ശേഷം ഇതാ മസ്കറ്റിലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നിയിന്. നമ്മളിതാ മസ്കറ്റിന് എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ ഇതാ കാർന്ന് നോക്കിയാൽ തന്നെ ഒന്നുമില്ല കാണാൻ. ഉണ്ടെങ്കിൽ തന്നെ ഇതാ ഫുൾ മലയും കാര്യങ്ങളെല്ലാം ആയിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ ഇതാ കാറ് കയറിയാൽ തന്നെ ഇതാ പുറത്തന്നെ നോക്കിയിരുന്നു. അത്രയ്ക്ക് ഉണ്ട് ഇവിടെ കാണാൻ തന്നെ. ഫുൾ ഇതാ ബിൽഡിങ്ങെല്ലായിരിക്കും. ബിൽഡിംഗ് എന്നല്ല വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഹൈറ്റെല്ലാം ഉണ്ടാവും. നല്ല രസമുണ്ടായിന് ഇവിടെ നൈറ്റ് വ്യൂ കാണാൻ തന്നെ. നമ്മളിത് ഇപ്പം ഇതാ ദുബായ് മോളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഈ ഒരു മോളാണ് ദുബായിൽ വെച്ചിട്ട് ഏറ്റവും ലാർജസ്റ്റ് ഷോപ്പിംഗ് മോള്. ഈ ഒരു മോൾ ഇതാ ഫുള്ളായിട്ട് കാണാൻ തന്നെ ഇത് ഒരു ദിവസത്തോളം വേണ്ടി വരും. അത്രയ്ക്ക് കുറേ സംഭവം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ. ഈ ഒരു മോളിൽ ഇതാ നമുക്കൊന്നും ശരിക്കൊന്നും വാങ്ങാൻ തന്നെ വാങ്ങാൻ കഴിയില്ല എന്ന് വെച്ചാൽ എവിടെ ഇതാ നല്ല പൈസ ഉണ്ട് എല്ലാത്തിനും. ഇവിടുന്ന് ജസ്റ്റിനായതാ പൈസ അറിയാൻ വേണ്ടിയിട്ട് ഒരു മാലിൻ്റെ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ എട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാളിൽ ഇതാ മെയിനായിട്ട് ഇതൊരു 5 സംഭവം കാണാനുണ്ട്. അതിലൊന്നാണ് ഈ ഒരു വാട്ടർഫോള്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. പിന്നെ കാണാനുള്ളത് ഇത് അക്വേറിയമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അണ്ടർ വാട്ടർ സൂ ഉണ്ട്. അക്വേറിയം അല്ലേ ഇത് നമ്മളിതാ പുറത്തുനിന്നാണ് കണ്ടത്, ഉള്ളിൽ കയറിയിട്ടില്ലേനു. ഈ ഒരു സംഭവം ഇത് നമ്മളിതാ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതാ നല്ല രസമുണ്ടായിന്. റേവ് ഇതാൻ്റെ ഇക്കാക്കൻ്റെ മോനല്ലേ ഇതാ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോളിക്കൂടി ഇതാ നടന്നിട്ട് ഇതാ ശരിക്കും നല്ലോണം കാലെല്ലാം വേദന എടുക്കാൻ തുടങ്ങിയേന്. സാധാരണ ഇതാ സ്കേറ്റിംഗ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐസ് സ്കേറ്റിംഗ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്കിത് ഇവിടുന്ന് കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിന്. പക്ഷെ അത്രയ്ക്ക് നല്ല എക്സ്പേർട്ടായി ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എന്തായാലും ചെയ്യാൻ കഴിയും. ഇവിടുന്ന് ഇതാ നമ്മളിതെല്ലാം കാണുമ്പോൾ വിചാരിക്കും നല്ല ഈസി ആയിരിക്കുമെന്ന്. ചില കുട്ടികൾ ഇതാ ചെറുങ്ങനെ പോകുന്നുണ്ടായിട്ടുള്ളൂ, ചില കുട്ടികൾ ഇതാ നല്ല സ്പീഡിൽ പോകുന്നുണ്ടായിന്. അവരെല്ലാം നല്ല എക്സ്പേർട്ടായിരിക്കും ഇതിൽ.
ഈ ഒരു മോളിൽ തന്നെ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഈ ഒരു ദുബായ് മോളിൽ കാണാനുള്ളത് ഇത് ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ടൈമിങ് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. 11 മണി കറക്റ്റാണ് നമ്മൾ അവിടത്തേക്ക് എത്തിയത്. ഈ ഒരു മോള് ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ ഇതാ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ബുർജ് ഖലീഫ ഇതാ കണ്ടപ്പം തന്നെ ഇതാ ശരിക്കും നല്ലോണം ഷോക്കായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഇതാ നമ്മൾ വീഡിയോസിൽ എത്ര എടുത്താലും നമ്മൾ നേരിട്ട് ആ ഭംഗി ഇതിൽ കിട്ടിയിട്ടേ ഇല്ല. പിന്നീട് നമുക്കിത് ബുർജ് ഖലീഫിൻ്റെ ഉള്ളിലും കയറാൻ കഴിയും. പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം പോവേണ്ടത് ബുർജ് ഖലീഫിൻ്റെ ഉള്ളിൻ്റെ അവിടെ ഒന്നും അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഫൗണ്ടെയിനും കൂടി നമുക്കിത് കാണാൻ കഴിഞ്ഞ സംഭവം നല്ല സെറ്റായിട്ടുണ്ടാവുമായിരുന്നു. ചെറുങ്ങനെ ഇത് നമ്മൾ ടൈമിങ് തെറ്റിപ്പോവേണ്ട. ഇവിടുന്ന് ഞാൻ ഇത് അത്രക്ക് കുറേ വീഡിയോസ് എടുത്തിട്ടില്ല, കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. നല്ല ആൾക്കാരും എല്ലാം ഉണ്ടായിരുന്നു. സംഭവം ഇതെല്ലാം ഞാൻ ഇതാ കണ്ട് ആസ്വദിക്കുന്ന തിരക്കിൽ ഇതാ വീഡിയോസെല്ലാം എടുക്കാൻ ശരിക്കും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത്രക്കും ഉണ്ടായിരുന്നു ഇവിടെ കാണാനല്ലോ. അപ്പം ഇത് ഇപ്രാവശ്യത്തെ ഈ ഒരു പെരുന്നാൾ ഇതാ ഫുൾ നല്ല കളറായിട്ടുണ്ടായിരുന്നു. ദുബായിൽ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.